വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അസമിൽ കുടിയൊഴിപ്പിക്കലിന്റെ പേര് പറഞ്ഞ് അസം പോലീസ് നടത്തിയ നരനായാട്ടിൽ ജീവൻ നഷ്ടമായവരിൽ ഒരു 12 വയസ്സുള്ള കുട്ടിയുമുണ്ട്. 12 വയസ്സുകാരനും 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഷെയ്ഖ് ഫരീദ് എന്ന കുട്ടിയെയാണ് അസം പോലീസ് കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയ നരനായാട്ടിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കുടിയൊഴിപ്പിക്കൽ എന്നാൽ എന്താണെന്നും അതിന്റെ പേരിൽ പോലീസും ഭരണകൂടവും നടത്തിയ രാഷ്ട്രീയ കളി എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് ഷെയ്ഖ് ഫരീദ് എന്ന ബാലൻ പോലീസിന്റെ വെടിയേറ്റ് വീണ് മരിക്കുന്നത്. സംഭവ ദിവസം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആധാർ കാർഡ് വാങ്ങാൻ പോയതായിരുന്നു ഷെയ്ഖ് ഫരീദ് എന്ന 12കാരൻ. ന്യൂനപക്ഷ വകുപ്പിൽ നിന്നുള്ള സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയുള്ള അപേക്ഷയ്ക്ക് ആധാർ കാർഡ് നിർബന്ധമാണ്. ഇത്തരത്തിൽ സ്കോളർഷിപ്പ് അപേക്ഷ നൽകാൻ വേണ്ടിയാണ് ഫരീദ് സംഭവ ദിവസം ആധാർ കാർഡ് വാങ്ങിക്കാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. ആധാർ കാർഡും വാങ്ങി അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് വരുന്നതിനിടയിലാണ് ഫരീദ് എന്ന 12കാരനെ അസം പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെച്ച് വീഴ്ത്തിയത്. ഫരീദിന്റെ നെഞ്ചിലേക്കാണ് വെടിയുണ്ട തുളഞ്ഞു കയറിയത്. ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആവാത്ത സാഹചര്യത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഫരീദ് മരണപ്പെടുകയായിരുന്നു. ഫരീദ് വെടിയേറ്റ് മരിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഫരീദിന്റെ കുടുംബം മരണവാർത്ത അറിയുന്നത്. മകന്റെ മരണവാർത്ത ആദ്യം വിശ്വസിക്കാത്ത പിതാവ് ഖാലിദ് അലിക്ക പിന്നീട് ബന്ധുക്കൾ ഫരീദിന്റെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചിത്രം കാണിച്ചപ്പോഴാണ് മകൻ മരണപ്പെട്ട വിവരം ആ പിതാവ് വേദനയോടെ മനസ്സിലാക്കുന്നത്. ആധാർ കാർഡ് കിട്ടുന്നതിൽ വളരെയധികം ആവേശത്തിലായിരുന്നു അവൻ. മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവന്റെ വലതുനെഞ്ചിൽ വെടിയേറ്റ മുറിവുണ്ടായിരുന്നു. അവൻ പഠിച്ച് ഒരു സർക്കാർ ജോലി നേടുന്നത് സ്വപ്നം കണ്ട് കഴിഞ്ഞവരാണ് ഞങ്ങൾ. അവനെ എന്തിനാണ് പോലീസുകാർ കൊന്നുകളഞ്ഞതെന്നും നിരപരാധികളുടെ നെഞ്ചിലേക്ക് പോലീസ് നിറയൊഴിച്ചത് എന്തിനാണ് എന്നാണ് ഫരീദിന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ ആദ്യം തിരിച്ചറിഞ്ഞതും ഷെയ്ഖ് ഫരീദിനെയായിരുന്നു. ആധാർ കാർഡ് പോക്കറ്റിൽ ഉണ്ടായിരുന്നതാണ് അതിന് സഹായകരമായത്. അതേസമയം 2 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകളെങ്കിലും 3 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 25ലേറെ പേർക്ക് പരിക്കേറ്റതായും 4-5 പേരെ കാണാതായതായും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്. ഷെയ്ഖ് ഫരീദിനെ കൂടാതെ 32കാരൻ മൊയിനുൽ ഹക്കും മറ്റൊരാളുമാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെയാണ് ദരങ്ങിലെ സിപ്പാഞ്ചറിൽ സർക്കാർ കുടിയൊഴിപ്പിച്ച 800ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്കു നേരെ പോലീസ് വെടിവെച്ചത്. 1300 ഏക്കറോളം സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുണ്ട് എന്നും ഇതുവരെ 602.40 ഹെക്ടർ ഭൂമിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചെന്നുമാണ് അധികൃതർ പറയുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ മൃതദേഹം ക്രൂരമായി അപമാനിക്കപ്പെട്ട ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. വെടിയേറ്റ നിലത്ത് വീണയാളെ 20ഓളം പോലീസുകാർ വളഞ്ഞിട്ടു തല്ലി. അതിനിടയിൽ സംഘർഷരംഗങ്ങൾ പകർത്താൻ സർക്കാർ നിയമിച്ച ക്യാമറാമാനായ വിജയ് ബനിയ ഓടിവന്ന മൃതദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാടുകയും മുട്ടുകാൽ കൊണ്ട് കഴുത്തിൽ അമർത്തുകയും മുഖത്തും നെഞ്ചിലും ഇടിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന വീട് നഷ്ടമായ ആളുകൾ ഇപ്പോൾ ധോൽപൂരിലെ നദിക്കരയിൽ താൽക്കാലിക ഷെഡ് കെട്ടി താമസിക്കുകയാണ്. സർക്കാർ നടപടിക്കെതിരെ ഗ്രാമീണർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കൽ നടപടിയും കൊലപാതകവും അസമിൽ അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.